പേരൻസിന് ഭയങ്കര പേടിയാവും. എന്ത് ചെയ്യും, ഇനി കൊച്ചു കരഞ്ഞ് കരഞ്ഞുണ്ടെങ്കിൽ അസുഖം വരുമോ? അതേഴ്സ് മേ നോട്ട് അണ്ടർസ്റ്റാൻഡ് ആൻഡ് ദാറ്റ് ഇസ് ഓക്കെ. അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ലവ് എന്ന് വെച്ചാൽ എപ്പോഴും കുഞ്ഞിനെ ഹാപ്പി ആയിട്ട് ഇരുത്തുന്നതാണെന്നുള്ളതാണ്. ചുറ്റുമുള്ള ആളുകളെല്ലാവരും നമ്മളെ ചീത്ത പറയാൻ തുടങ്ങും. ഇവിടെയാണ് നമ്മുടെ ടെമ്പർ ഒക്കെ നഷ്ടപ്പെട്ട് നമ്മൾ ഷൗട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. ഹലോ എവ്രിവൺ, ഞാൻ കാവേരി സുദേശ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ജെന്റൽ പാരന്റിങ് എങ്ങനെ നമുക്ക് റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ ഈ ഒരു വീഡിയോയിൽ ജെന്റൽ പാരന്റിങ് എന്നുള്ള തിയറി കൂടുതൽ പറയുന്നില്ല. പകരം ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ജെന്റൽ പാരന്റ് റിയാക്ട് ചെയ്യേണ്ടത്, അത് വർക്ക്ഔട്ട് ആകാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ഞാനൊരു ഇമാജിനറി സിറ്റുവേഷൻ പറയാം. ആ സിറ്റുവേഷനിൽ സാധാരണ പേരൻസ് കാണിക്കുന്ന 4 ടൈപ്പ് ഓഫ് റെസ്പോൺസസും പറയാം. ഇതിൽ നിന്ന് നിങ്ങളുടെ റെസ്പോൺസ് ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് പാരന്റ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. സിറ്റുവേഷൻ ഇതാണ്: 8 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി ഹോംവർക്ക് ചെയ്യാൻ തയ്യാറാവുന്നില്ല. കുട്ടി പറയുന്നത് ഹോംവർക്ക് ഭയങ്കര ബോറിംഗ് ആണ്, എനിക്ക് ഹോംവർക്ക് ഒന്നും ചെയ്യണ്ട, എനിക്കിപ്പോ കളിച്ചാൽ മതി എന്ന് പറയുന്നു. അപ്പോ ഫസ്റ്റത്തെ ഒരു ടൈപ്പ് ഓഫ് പാരന്റ് ആണെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാം. ബോറിംഗ് ആണെങ്കിലും അല്ലെങ്കിലും ഇത് ഹോംവർക്ക് ചെയ്യേണ്ട സമയമാണ്, മര്യാദക്ക് പോയിരുന്ന് ഹോംവർക്ക് ചെയ്തോ, അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് ഞാൻ TV കാണാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ എന്റെ അടുത്തുനിന്ന് നല്ല അടി കിട്ടും. ഇങ്ങനെയാണ് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു അതോറിറ്റേറിയൻ പാരന്റ് ആണ്. നമ്പർ 2, രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് റെസ്പോൺസ് പറയാം. എനിക്ക് മനസ്സിലായി, ഹോംവർക്ക് ചെയ്യാന്നുള്ളത് ചില സമയത്ത് ഇത്തിരി ബോറിംഗ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്, പക്ഷെ നമ്മളൊരു സ്റ്റുഡന്റ് ആവുമ്പോൾ പഠിക്കുക എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ഒരു കാര്യം ചെയ്യാം, അധികം ബുദ്ധിമുട്ടില്ലാണ്ട് ഒരുമിച്ച് നമുക്ക് എങ്ങനെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം, അമ്മയും ഹെൽപ്പ് ചെയ്യാം. ഈ രീതിയിലാണ് നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു അതോറിറ്റേറ്റീവ് പാരന്റ് ആണ്. അതോറിറ്റേറ്റീവ് പാരന്റിംഗ് എന്നുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പാരന്റിംഗ് മെത്തേഡ് തന്നെയാണ്. കുട്ടികൾ വളരെ കോൺഫിഡൻസ് ഉള്ളവരും സ്മാർട്ട് ആയിട്ടുള്ളവരും സെൽഫ് റെഗുലേഷൻ ഉള്ളവരും ഒക്കെ ആയിട്ട് വളരും. അതോറിറ്റേറ്റീവ് പാരന്റിങ്ങിന്റെ തന്നെ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തിയ ഒരു വേർഷനെയാണ് നമ്മൾ ജെന്റിൽ പാരന്റിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു റെസ്പോൺസ് പറയാം. തേർഡ് ടൈപ്പ് ഓഫ് പാരന്റ് എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുക? എനിക്ക് മനസ്സിലായി, നിനക്ക് ഹോംവർക്ക് ചെയ്യുന്നത് വളരെ ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ? ഒരു കാര്യം ചെയ്യ്, കുറച്ചു നേരം ഒരു ബ്രേക്ക് എടുത്തോ, ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് കളിച്ചിട്ട് വാ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഈ രീതിയിലാണ് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സ്റ്റൈല് ജെന്റിൽ പാരന്റിങ് സ്റ്റൈലാണ്. ഇനി നാലാമത്തെ ഒരു ടൈപ്പ് ഓഫ് പാരന്റ് എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യാന്ന് പറയാം. ഓക്കെ ശരി, ഹോംവർക്ക് ചെയ്യാൻ തോന്നുന്നില്ലെങ്കിൽ ഇപ്പൊ ചെയ്യണ്ട, നിനക്ക് എപ്പോഴാണോ ചെയ്യാൻ തോന്നുന്നത് അപ്പൊ വന്നിരുന്ന് ചെയ്താൽ മതി. ഈ രീതിയിലാണ് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പാരന്റിങ് സ്റ്റൈൽ പെർമിസീവ് പാരന്റിങ് സ്റ്റൈലാണ്. ഇത് വളരെ ഡാമേജിങ് ആയിട്ടുള്ള ഒരു പാരന്റിങ് സ്റ്റൈലാണ്. ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നുമില്ല. കുട്ടിയുടെ ആഗ്രഹത്തിനനുസരിച്ച് കുട്ടിയുടെ താളത്തിനനുസരിച്ച് തുള്ളുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റൈലുമാണ് ഇവിടെ ബെറ്റർ ആയിട്ടുള്ള ഒരു റെസ്പോൺസ്. അതിൽ ജെന്റിൽ പാരന്റിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞ തേർഡ് അപ്രോച്ച്, നമ്മൾ കുട്ടിയോട് ഒരു ബ്രേക്ക് എടുത്തോളാൻ പറയുന്നുണ്ട്. അതായത് കുട്ടിക്ക് ബോർ അടിക്കുന്നു എന്നുള്ളത് നമ്മൾ എക്നോളജ് ചെയ്യുന്നുണ്ട്. അതും കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് നമ്മൾ പറയുന്നത്. നീ കുറച്ചു നേരം പോയി കളിച്ചോ, കളിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ റിയൽ ഇഷ്യൂ വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാല്, കൊച്ച് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വരാൻ പറയുന്നു, കുട്ടി വരാൻ തയ്യാറാവുന്നില്ല, അപ്പൊ എന്ത് ചെയ്യും? ഇത് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഇത്തരത്തിലൊക്കെ പറഞ്ഞു വിടും, അവർ ഓക്കെ പറഞ്ഞ് കളിക്കാൻ പോകും, പക്ഷെ നമ്മൾ പറഞ്ഞ സമയത്തൊന്നും അവർ തിരിച്ചു വരില്ല. നമ്മൾ ചെന്ന് വിളിച്ചാലും അവര് പറയും എനിക്കിപ്പോ കളിക്കണം, എനിക്ക് ഹോംവർക്ക് ഒന്നും ചെയ്യണ്ട, എനിക്കിപ്പോ കളിച്ചാൽ മതി എന്ന് പറയും. അതല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്നത് പോലും അവർ മൈൻഡ് ചെയ്യില്ല, അവരവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നാൽ എങ്ങനെ നമ്മൾ അതിനെ മാനേജ് ചെയ്യണം? നമ്മൾ ചെന്ന് ജെന്റ്ലി കുട്ടിയോട് സംസാരിക്കുക. ദേ, നമ്മൾ 10 മിനിറ്റ് എന്ന് പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ, എന്നിട്ട് തിരിച്ചു വന്നില്ലല്ലോ, എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ചെന്ന് ചോദിക്കുക. അപ്പൊ കുട്ടി പറയാണ് എനിക്ക് കളിച്ചാൽ മതി, ഞാനിപ്പോ വരുന്നില്ല, ഹോംവർക്ക് എനിക്കിപ്പോ ചെയ്യണ്ട എന്ന് പറയുകയാണെങ്കിൽ എഗ്രിമെന്റ് ഒക്കെ കുട്ടി ബ്രേക്ക് ചെയ്തു. അപ്പോ ഒരു ജെന്റിൽ പാരന്റ് ആണെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യും എന്ന് വെച്ചാൽ, നമ്മളൊരു ഫീലിങ്സ് അക്നോളജ് ചെയ്യുക. എനിക്ക് മനസ്സിലായി, നിനക്ക് തിരിച്ചു വരാൻ തോന്നുന്നില്ല, നിനക്ക് കളിക്കാനാണ് ഇഷ്ടം എന്ന്. പക്ഷെ നമുക്കൊരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നല്ലോ, പഠിക്കുമ്പോൾ ബ്രേക്ക് എടുക്കുക എന്നുള്ളതൊക്കെ ആവശ്യം തന്നെയാണ്, പക്ഷെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമ്മൾ അവരുടെ ഫീലിങ്സ് അക്നോളജ് ചെയ്ത് സംസാരിച്ചു. മൂന്നാമത് ഓഫർ എ ചോയ്സ്. നമ്മളൊരു ചോയ്സ് കൊടുക്കുകയാണ് കുട്ടിക്ക്. ഒരു കാര്യം ചെയ്യാം, ഒന്നില്ലെങ്കിൽ നീ ഇപ്പൊ വന്നാൽ നമുക്ക് ഒരുമിച്ച് ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നീ ഇപ്പൊ ഇത്രയും സമയം കൂടുതൽ കളിക്കുന്നുണ്ടല്ലോ, അപ്പൊ ആ ടൈം നമുക്ക് സ്ക്രീൻ ടൈമിൽ റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഹാഫ് ആൻ അവർ നീ ഇവിടെ കൂടുതൽ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും
സ്ക്രീൻ ടൈം നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ട് ആ സമയം കൂടി നമുക്ക് ഹോംവർക്ക് ചെയ്യാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മളൊരു ലോജിക്കൽ കോൺസിക്വൻസ് ആണ് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് കുട്ടി കൂടുതൽ സമയം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഓക്കെ. അപ്പൊ നമുക്ക് മറ്റേ എന്റർടൈൻമെന്റ് കുറച്ചിട്ട് ഒരു ബാലൻസ് വേണമല്ലോ. കളികളും നമ്മൾ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും തമ്മിൽ ഒരു ബാലൻസ് വേണം. അപ്പൊ മറ്റത് നമുക്ക് കുറച്ചിട്ട് ആ സമയം നമ്മുടെ ഡ്യൂട്ടി ടൈം ആക്കി മാറ്റാം എന്നുള്ളൊരു ലോജിക്കൽ കോൺസിക്വൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഈ ചോയ്സ് കൊടുത്തിട്ട് കുട്ടിയോട് പറയാം, എന്ത് വേണം നിന്റെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം, നീ കളിക്കണമെങ്കിൽ കളിച്ചോ, സ്ക്രീൻ ടൈം നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ട് ഹോംവർക്ക് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ കുട്ടി പറയാണ് വേണ്ട, ഞാനിപ്പോ കളിച്ചോളാം, അത് കഴിഞ്ഞിട്ട് ടി വി കട്ട് ചെയ്തോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കുട്ടികൾ ഇങ്ങനെയൊക്കെ പറയും, കാര്യം അവർക്ക് ആ നേരത്തെ ഇമോഷനിൽ അവർ കളിക്കണം എന്നുള്ളതാണ് അവരുടെ താല്പര്യം. സ്ക്രീൻ ടൈമിന്റെ കാര്യം പിന്നീട് അമ്മേനെ വശത്താക്കി സാധിക്കാലോ, പക്ഷെ ഇപ്പൊ കളിക്കുക എന്നുള്ള അവരുടെ ഇമ്മീഡിയറ്റ് നീഡ് സാറ്റിസ്ഫൈഡ് ആവുന്നതോടുകൂടി ഞാൻ കളിച്ചോളാം, ഞാൻ വരുന്നില്ല, സ്ക്രീൻ ടൈം അമ്മ കട്ട് ചെയ്യോ, എന്താന്ന് വെച്ചാൽ ചെയ്തോ, റെഡ്യൂസ് ചെയ്തോ, ഞാനത് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ എന്ന് പറയും. അപ്പൊ നമ്മൾ ഓക്കെ, കുട്ടി എടുത്ത ചോയ്സ് ആണല്ലോ, നമ്മൾ എഗ്രി ചെയ്ത് തിരിച്ചു വരുന്നു. ഇതാണ് ഒരു ജനറൽ പാരന്റ് ചെയ്യുക. ഇവിടെ നമ്മൾ അക്കൗണ്ടബിലിറ്റി ആണ് ടീച്ച് ചെയ്യുന്നത്. അതായത് നിന്റെ ആക്ഷൻസിന് കോൺസിക്വൻസസ് ഉണ്ടാവും, നിനക്ക് നിന്റെ ഡിസിഷൻസ് എടുക്കാം, പക്ഷെ അപ്പൊ കോൺസിക്വൻസ് ഇതായിരിക്കും എന്നുള്ളതാണ്. പകരം ഞാൻ നിന്നെ ശിക്ഷിക്കും എന്നുള്ളതോ ഷൗട്ട് ചെയ്യുന്നുള്ളതോ തല്ലും എന്നുള്ളതോ ഒന്നുമല്ല. ഇത് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു അപ്രോച്ച് ആണ്. ഈ രണ്ടാമത്തെ തവണ കുട്ടി വരുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പേരൻസിന് ദേഷ്യം വരും. ഇവിടെയാണ് നമ്മുടെ ടെമ്പറൊക്കെ നഷ്ടപ്പെട്ട് നമ്മൾ ഷൗട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. പക്ഷെ ജനറൽ പാരന്റിങ്ങിൽ നമ്മൾ ഈ രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം എഗ്രി ചെയ്തല്ലോ. എന്നിട്ട് തിരിച്ച് കളിയൊക്കെ കഴിഞ്ഞിട്ട് കുട്ടി വരുന്നു. എന്നിട്ട് ഹോംവർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ കുട്ടി ഹോംവർക്ക് ചെയ്യാൻ തയ്യാറാവുന്നില്ല. അപ്പൊ ഒരു ജനറൽ പാരന്റ് എന്ത് ചെയ്യണം? ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾ റിയൽ ലൈഫിൽ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ്. കാരണം കുട്ടികൾ ഇതെല്ലാം അന്നേരത്തൊരു താല്പര്യത്തിന് സമ്മതിക്കും. പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോഴേക്കും അവര് വന്നിട്ട് ഇല്ല, എനിക്ക് ആദ്യം ഇനി ടി വി കാണണം, ഇപ്പൊ എനിക്ക് ഹോംവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാനിപ്പോ കളിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്, ഇനി എനിക്ക് 1 മണിക്കൂർ ടി വി കാണണം, അല്ലെങ്കിൽ എനിക്ക് മൊബൈൽ നോക്കണം എന്നൊക്കെ പറയും. ഈ സമയത്ത് ഒരു ജനറൽ പാരന്റ് എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ നമ്മള് പറ്റില്ല, ഇപ്പൊ നമ്മൾ ഹോംവർക്ക് ചെയ്യാന്നല്ലേ പറഞ്ഞേക്കുന്നത്, ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ എഗ്രി ചെയ്ത പോലെ 15 മിനിറ്റ്സ് സ്ക്രീൻ ടൈം തരും എന്ന് നമ്മൾ കുട്ടിയോട് ഫേം ആയിട്ട് പറയാം. അങ്ങനെ പറയുമ്പോൾ കുട്ടി സമ്മതിക്കുന്നില്ല, കുട്ടി കരയാൻ തുടങ്ങി, ഇല്ല എനിക്ക് ഇപ്പൊ തന്നെ ടി വി കാണണം, എനിക്ക് 15 മിനിറ്റ് ഒന്നും കണ്ടാൽ പോരാ, എനിക്ക് 1 മണിക്കൂർ ടി വി കാണണം എന്ന് പറഞ്ഞ് കുട്ടി കരയാൻ തുടങ്ങി. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് അവരുടെ ഇമോഷൻസ് വാലിഡേറ്റ് ചെയ്യാം. എനിക്ക് മനസ്സിലായി നിനക്ക് രസമുള്ള എന്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ഇഷ്ടം എന്ന്. അപ്പൊ അത് കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് സങ്കടമൊക്കെ വരും, ദാറ്റ് ഇസ് ഓക്കെ. രണ്ടാമത് ഹോൾ ദ ബൗണ്ടറി വിത്ത് ലവ്. അപ്പൊ രണ്ടാമത് നമ്മൾ ബൗണ്ടറീസ് ഒന്നുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമ്മൾ ഒരുമിച്ചല്ലേ ഇത് പ്ലാൻ ചെയ്തത്, നീ തന്നെയല്ലേ എഗ്രി ചെയ്തത്, കളിച്ചു കഴിഞ്ഞ് വന്നിട്ട് ഹോംവർക്ക് ചെയ്യാം, സ്ക്രീൻ ടൈം നമ്മൾ 15 മിനിറ്റ് ആയിട്ട് കുറയ്ക്കും എന്ന് എഗ്രി ചെയ്തിട്ടല്ലേ നമ്മൾ വന്നത്. നിനക്ക് സങ്കടമായി എന്നുള്ളതൊക്കെ മനസ്സിലായി, പക്ഷെ അതുകൊണ്ട് നമ്മുടെ പ്ലാൻ മാറ്റാൻ പറ്റില്ല. ഫസ്റ്റ് നമ്മൾ ഹോംവർക്ക് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചു നേരം ടി വി കാണാം, നമ്മൾ എഗ്രി ചെയ്ത പോലെ 15 മിനിറ്റ് ടി വി കാണാം. മൂന്നാമത് ഗിവ് എ ക്ലിയർ ചോയ്സ്. നമ്മളൊരു ചോയ്സ് കൊടുക്കുക. അതായത് ഒന്നില്ലെങ്കിൽ നമുക്കിപ്പോ ഒരുമിച്ച് ഹോംവർക്ക് ചെയ്യാം, അമ്മയെ ഹെൽപ്പ് ചെയ്യാം, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എഗ്രി ചെയ്ത പോലെ 15 മിനിറ്റ് ടി വി കാണാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ചൊരു ബ്രീതിങ് എക്സസൈസ് ചെയ്യാം. ഇത് അവരെ കാം ഡൗൺ ചെയ്യിപ്പിക്കാൻ, അവരെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ. അപ്പൊ ഒന്നില്ലെങ്കിൽ നമുക്ക് കാം ഡൗൺ ചെയ്യാം, ഡീപ് ബ്രെത്ത്സ് എടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്ത് ടി വി കാണാം. എന്ത് വേണം നീ തീരുമാനിച്ചോ. വീണ്ടും നമ്മളൊരു ചോയ്സ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത് കുട്ടി എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ മുന്നോട്ട് പോവാം. നമ്മൾ ഹോംവർക്ക് ചെയ്യിപ്പിക്കുക, 15 മിനിറ്റ് സ്ക്രീൻ ടൈമിംഗ് കൊടുക്കുക. ഇനി കുട്ടി ഇത് എഗ്രി ചെയ്യുന്നില്ല, ഒന്നില്ലെങ്കിൽ അപ്പൊ തന്നെ ഇല്ല, വാശി കൂടുതലാവുന്നു, ഭയങ്കര കരച്ചിലാവുന്നു, അതല്ലെങ്കിൽ ഇനി 15 മിനിറ്റ് കണ്ടു കഴിഞ്ഞിട്ട് അത് സമ്മതിക്കുന്നില്ല, കൂടുതൽ സമയം കാണണം എന്ന് പറഞ്ഞ് കരച്ചിലാവുന്നു. ഇത് ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. കാരണം പേരൻസിന് ഭയങ്കര പേടിയാവും, എന്ത് ചെയ്യും, ഇനി കൊച്ചു കരഞ്ഞ് കരഞ്ഞുണ്ടെങ്കിൽ അസുഖം വരുമോ, മാത്രമല്ല ചുറ്റുമുള്ള ആളുകൾ എല്ലാവരും നമ്മളെ ചീത്ത പറയാൻ തുടങ്ങും, വന്നു കൊച്ചിനെ കരയിപ്പിക്കാൻ തുടങ്ങി, നിനക്ക് കൊച്ചിനോട് സ്നേഹമില്ല, ഈ രീതിയിലൊക്കെ പലരും പറയും. അപ്പൊ മറ്റുള്ളവരുടെ ജഡ്ജ്മെന്റ് നമ്മൾ മാനേജ് ചെയ്യണം. കൊച്ചു കിടന്ന് കരയുമ്പോൾ നമുക്കുണ്ടാവുന്ന ടെൻഷൻ നമ്മൾ മാനേജ് ചെയ്യണം. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഈ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? റെഗുലേറ്റ് യുവർ സെൽഫ് ഫസ്റ്റ്. നമ്മളൊന്ന് റിലാക്സ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ടെൻഷൻ ആയി കഴിഞ്ഞാൽ, നമ്മൾ പാനിക് ആവുന്നത് കണ്ട് കുട്ടിക്കും റിലാക്സ് ചെയ്യാൻ പറ്റില്ല. അവരും ടെൻഷൻ ആവും, അവരും കൂടുതൽ ഇമോഷണൽ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഫസ്റ്റ് നമ്മൾ റിലാക്സ് ചെയ്ത് കാം ആയിട്ട് ഡീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്പർ 2,
ഷിഫ്റ്റ് ഫോക്കസ് ഫ്രം കോംപ്ലിയൻസ് ടു കോ റെഗുലേഷൻ. ഈ സിറ്റുവേഷനിൽ നമ്മൾ ഇനി ഹോംവർക്കിന്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അത് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ ഗോൾ എന്നുള്ളത് കുട്ടീനെ ആ ഒരു ഇമോഷൻ മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഡിമാൻഡ് വെച്ചിട്ടിരുന്ന കൂടുതൽ കൂടുതൽ കുട്ടി കരയും. അതുകൊണ്ട് ഡിമാൻഡ് ഒന്നും വെക്കണ്ട, നമ്മൾ കുട്ടീനെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. കുട്ടിയോട് പറയാ, എനിക്ക് മനസ്സിലായി നീ വളരെയധികം അപ്സെറ്റ് ആണെന്നുള്ളത്, ഞാൻ ഒന്നിനും ഫോഴ്സ് ചെയ്യുന്നില്ല, ഞാനിവിടെ കൂടെ ഇരിക്കാം, നമുക്ക് ഒരുമിച്ച് ഇത് ഫിഗർ ഔട്ട് ചെയ്യാം. ഈ രീതിയിൽ നമ്മുടെ പ്രസൻസിലൂടെ ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക. തേർഡ് വൺ, ഓഫർ ഫിസിക്കൽ ഓർ ഇമോഷണൽ സേഫ്റ്റി. നമ്മൾ അവരെ കൂടെ ഇരിക്കുക, പറ്റുമെങ്കിൽ അവരെ ഹഗ് ചെയ്യുക, കൊച്ചെ അലോ ചെയ്യാണ്, സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹഗ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ പ്രസൻസിലൂടെ അവർ സേഫ് ആണ് എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യുക. പറ്റുമെങ്കിൽ ഇത്തിരി വെള്ളം കൊടുക്കുക, പുറത്ത് തടവി കൊടുക്കുക, ഈ രീതിയിൽ അവരെ റിലാക്സ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഫോർത്ത് വൺ, ഓഫർ ഫുഡ് ഓർ എ കാമിങ് ആക്ടിവിറ്റി. കുറച്ചൊന്ന് റിലാക്സ് ആയതിനു ശേഷം നമുക്കറിയാം, ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരുമിച്ച് പോയിട്ട് ഫുഡ് കഴിച്ചാലോ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരുമിച്ച് കളിക്കാം, നമ്മളൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചു നേരം കളിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയി ഫുഡ് കഴിക്കാം. നമ്മളൊരു കാമിങ് ആക്ടിവിറ്റി കൊടുക്കണം അവരൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ എന്നിട്ട് റിലാക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ തിരിച്ച് ഹോംവർക്ക് ചെയ്യുന്ന കാര്യം പറയാൻ. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാം ഡൗൺ ചെയ്യാനായിട്ട് നമ്മൾ നേരെ പോയി ആ കൊച്ചു ചോദിച്ച സ്ക്രീൻ ടൈം കൊടുക്കരുത്, അതുപോലെ തന്നെ നമ്മുടെ ഹോംവർക്ക് ചെയ്യണം എന്നുള്ള ഡിമാൻഡ്, ഇത് രണ്ടും മാറ്റി വെച്ചിട്ട് ഇതല്ലാത്ത മറ്റ് റിലാക്സിങ് ആക്ടിവിറ്റി കൊടുത്തിട്ടാണ് നമ്മൾ അതിനെ മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഈ ഒരു ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ അവർ പറയുന്ന ഡിമാൻഡ് നമ്മൾ സാധിച്ചു കൊടുത്താൽ അടുത്ത തവണ ഇതിനേക്കാളും വലുതായിട്ട് അവർ കരയും. അപ്പൊ അവര് ലേൺ ചെയ്യുന്നത്, ഞാൻ ഇത്രയും കിടന്ന് ബഹളം വെച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും എന്നുള്ളതാണ്. അപ്പൊ കുട്ടികൾ ഈ രീതിയിൽ റിയാക്ട് ചെയ്യുന്നത് അവർ മോശം കുട്ടികളായതുകൊണ്ടോ അവർ കുരുത്തം കെട്ടതുങ്ങളായതുകൊണ്ടോ ഒന്നും അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ ഇമോഷണലി ഇമ്മച്ചുവർ ആയതുകൊണ്ടാണ് അവരിങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരൊരു വലിയ ലെസൺ ആണ് ഇതിലൂടെ ലേൺ ചെയ്യുന്നത്. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും എനിക്ക് കിട്ടില്ല, പക്ഷെ എന്നാലും ഞാനിവിടെ സേഫ് ആണ്. പലപ്പോഴും നമ്മുടെ ഫാമിലി മെമ്പേഴ്സും കൂടി ഇന്റർഫിയർ ചെയ്ത് കുഞ്ഞിനെ ഇട്ട് കരയിപ്പിക്കില്ലേ, കുഞ്ഞ് പറയുന്ന സാധിച്ചു കൊടുക്കുന്നൊക്കെ പറയുമ്പോഴാണ് പേരൻസ് കൺഫ്യൂസ്ഡ് ആവുന്നത്, അവർക്ക് ഗിൽട്ട് തോന്നുന്നതും അവര് സറണ്ടർ ചെയ്യുന്നതും. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഫാമിലി മെമ്പേഴ്സ് ഒരു ഷോർട്ട് ടേം പീസ് മൈൻഡ് സെറ്റ് ആണ് അവർക്കുള്ളത്. അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ലവ് എന്ന് വെച്ചാൽ എപ്പോഴും കുഞ്ഞിനെ ഹാപ്പി ആയിട്ട് ഇരുത്തുന്നതാണെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് അഡൽട്ട് റിലേഷൻഷിപ്പിലും നമ്മളെ എപ്പോഴും മറ്റയാളെ ഹാപ്പി ആയിട്ട് ഇരുത്തുന്നില്ലെങ്കിൽ നമ്മളോട് സ്നേഹമില്ല എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. അതുപോലെ തന്നെ അവർ വിചാരിക്കുന്നത് കരയാന്നുള്ളത് വളരെയധികം ഡാമേജ് ഉണ്ടാക്കും എന്നൊക്കെയാണ്. പക്ഷെ ഇൻ റിയാലിറ്റി ഇതല്ല സംഭവിക്കുന്നത്. ലവ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സെക്യൂർ അറ്റാച്ച്മെന്റ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സ്ട്രഗിൾസ് ഉണ്ടാവും, സ്ട്രഗിളിങ് സിറ്റുവേഷൻസിലും ഞാൻ കൂടെ ഉണ്ടാവും എന്നുള്ള റീഅഷുറൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിലൂടെ ഒരു സെക്യൂർ അറ്റാച്ച്മെന്റ് കുട്ടിക്ക് നമ്മളുടെ അടുത്ത് ഫോം ചെയ്യും. അതുപോലെ തന്നെ കരയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആദ്യമൊക്കെ നമ്മൾ നോ പറയുമ്പോൾ കുഞ്ഞ് ഈ രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിലും പിന്നീട് അവരവരുടെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ പഠിക്കും. ഭാവിയിൽ അവർ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ് മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജെന്റൽ പാരന്റിംഗ് എന്നുള്ളത് ഒരു ക്വിക്ക് ഫിക്സ് തരില്ല. ഇതൊരു ചെടി നടുന്നത് നമ്മൾ നടുമ്പോൾ തന്നെ റിസൾട്ട് നമുക്ക് കിട്ടൂലല്ലോ. നമ്മൾ ഗ്രാജുവൽ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് ഇട്ടുകൊണ്ടേയിരിക്കണം. ഇവിടെ പേരൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളോട് തന്നെ പറയേണ്ട കുറച്ച് അഫർമേഷൻസ് ഞാൻ പറയാം. ഐ എം നോട്ട് ഹിയർ ടു പ്ലീസ് അതേഴ്സ്, ഐ എം ഹിയർ ടു റേസ് എ സ്ട്രോങ് ചൈൽഡ്. Crying is not breaking, it is healing. Others may not understand, and that is okay. I am the mother and I lead with wisdom. Okay, അപ്പൊ നമുക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ഫ്രം അവർ ചാനൽ. താങ്ക് യു.